ഹായ് ഓൾ, വെൽക്കം ടു മിച്ചൂസ് വേൾഡ്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതേപോലെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി വരും, അതും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ കാരക്ക ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ നോമ്പ് കാലത്തും അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ മേടിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ തന്നെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വായിച്ചൊരു അറിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷേ അത് കറക്റ്റായില്ല, ഷേപ്പൊക്കെ കറക്റ്റായി, പക്ഷേ അതിൻ്റെ ടേസ്റ്റൊന്നും കണ്ട് കറക്റ്റായി കിട്ടിയില്ല, ചെറിയ ചവർപ്പൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ കീപ്പ് വാച്ചിങ്. കാരക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ടൈപ്പ് ഈത്തപ്പഴമാണ്. അധികം പച്ചയല്ല, എന്നിട്ട് നല്ല പഴുത്തതോ അല്ലാത്തൊരു ഇടത്തരം ടൈപ്പ്, നമ്മൾ കരിമ്പഴുപ്പ് എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പ്. പക്ഷേ കരിമ്പഴുപ്പാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും, അധികമൊന്നും ചവർപ്പുണ്ടാവില്ല, പക്ഷേ ഇത് നല്ല ചവർപ്പുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഈത്തപ്പഴം നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും കാരക്ക ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടായിട്ടുള്ളൊരു ഈത്തപ്പനമരമാണ്. അപ്പോൾ അതിങ്ങനെ പച്ച കളറിൽ നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന്. അപ്പോൾ ഞാനത് നേരെ പറിച്ചിട്ട് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പച്ച മാത്രം നമുക്ക് എടുത്താൽ മതി, പഴുത്തത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലുണ്ടായിരുന്ന കുറച്ച് പഴുത്ത ഈത്തപ്പഴമാണ് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാൻ പറ്റില്ല, ഒരു കുഴഞ്ഞ രൂപമായിരിക്കും. അപ്പോൾ ജ്യൂസൊക്കെ അടിച്ചിട്ട് കുടിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ സാധാ ഈത്തപ്പഴം പോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ പറിച്ചെടുത്തിട്ടുള്ള ഈ പച്ച ഈത്തപ്പഴം നമുക്ക് നന്നായി കഴുകിയെടുക്കാം. അപ്പോൾ ഇത് പറിച്ചെടുക്കുന്ന ടൈമിൽ ഭയങ്കര പൊടിയും അഴുക്കൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കഴുകുന്നത്. ഭയങ്കര വൃത്തിയിലൊന്നും കഴുകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇനി കഴുകിയെടുത്തിട്ടുള്ള ഈ ഈത്തപ്പഴമൊക്കെ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് മൂടുന്നത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുക. മൂടുന്നത്ര പറഞ്ഞാൽ ഈ പാത്രം മൂടുന്നത്രയാണ്, ഈത്തപ്പഴം മൂടുന്നത്രയല്ല. അപ്പോൾ ഈ ഈത്തപ്പഴം ഈ വെള്ളത്തിൽ തന്നെ പൊങ്ങി കിടക്കും. അപ്പോൾ അത്ര വരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് നന്നായി വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഈത്തപ്പഴം എടുത്ത് നമ്മളൊരു ഫോർക്കോ കത്തിയോണ്ടോ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മുറിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു പാകത്തിലാണ് നമ്മളിത് നന്നായി വേവിച്ചെടുക്കേണ്ടത്. ഇനി താഴെയുള്ള വെള്ളം ഇതേപോലെ കളഞ്ഞിട്ട് നമുക്കിത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇത് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ നല്ല ചൂടുള്ള ടൈമാണ്, അതുകൊണ്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നന്നായി ഉണക്കിയെടുക്കുക. അതിനുവേണ്ടി ഞാനൊരു കാർഡ്ബോർഡ് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈത്തപ്പഴമൊക്കെ വിതറി കൊടുത്തിട്ട് അങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നത്. ഇനി ഇതേപോലെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കാൻ പറ്റാത്തവർക്ക് ഓവനിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുക. പക്ഷെ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, എൻ്റെ കയ്യിൽ ഓവനൊന്നും ഇല്ല. അപ്പോൾ ഞാനിതേപോലെ വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഒരു 6 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്കിങ്ങനെ കാരക്ക റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി കാരക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ, കാരണം 6 ദിവസം കൊണ്ടാണ് ഞാനിത് റെഡിയാക്കി എടുത്തത്. ഇനിയിപ്പോൾ നല്ല കട്ടിയുള്ള ടൈപ്പ് കാരക്ക വേണമെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ ഉണക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 3-4 ആഴ്ച കൊണ്ട് നമുക്കിത് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ പച്ച ഈത്തപ്പഴമൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അധികം വില ഒന്നുമില്ല, വില കുറവാണ്. ഈത്തപ്പഴത്തിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല വില കുറവാണ്. അപ്പോൾ ഇതേപോലെ കാണുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.